കളംകാവിൽ പ്രീ റിലീസ് ടീസർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് സമയമായിട്ടുള്ള മമ്മൂട്ടി കമ്പനി പ്രസൻസ്. മമ്മൂട്ടി കമ്പനി പ്രസൻസ് എന്ന് പറഞ്ഞിട്ട് അടുത്ത് കാണിക്കുന്ന ഫേസ് അറിയാം വിനായകൻ. 55 സെക്കൻഡുള്ള പ്രീ റിലീസ് ടീസർ. ഏറ്റവും വലിയ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും പ്രീമിയം സിനിമകൾ മാത്രം ഫോക്കസ് ചെയ്ത് പ്രൊഡക്ഷൻ ചെയ്യുന്ന കമ്പനിയാണ് മമ്മൂട്ടി കമ്പനി. മമ്മൂട്ടി കമ്പനി പ്രസൻസ് അടുത്ത് കാണിക്കുന്നത് വിനായകനാണ്. നമുക്കറിയാം വിനായകനൊക്കെ ഒരുപാട് സോഷ്യലി അത്രയ്ക്കധികം നെഗറ്റീവ് നിൽക്കുന്ന ഒരു നടനെ മമ്മൂട്ടി കമ്പനി പോലുള്ളൊരു പ്രീമിയം ഫിലിം പ്രൊഡക്ഷൻ കമ്പനി എടുത്ത് അഡാപ്റ്റ് ചെയ്ത് അവസരം കൊടുത്ത് അവനുകയാണ്. വിനായകൻ എന്ന നടൻ എത്രത്തോളം സ്കില്ലുണ്ടായിരിക്കും. മമ്മൂട്ടിയൊക്കെ നോക്കണതല്ലേ, മമ്മൂട്ടി കമ്പനി മമ്മൂട്ടിയൊക്കെ നോക്കണത് പേഴ്സണൽ ലൈഫ് വേറെ, പ്രൊഫഷണൽ ലൈഫ് വേറെ. ഇതിലെന്തൊക്കെയോ സംതിങ് ഉണ്ട്. ഇതിലും ഈ 55 സെക്കൻഡുള്ള പ്രീ റിലീസ് ടീസറിലും ഒരു ക്ലൂ തന്നിട്ടില്ല. അപ്പോഴും നമ്മൾ എക്സൈറ്റ്മെൻറ്റ് നിർത്തി വരും. മമ്മൂട്ടി കമ്പനി ഒരു ഇൻ്റർവ്യൂ പോലും കൊടുക്കണില്ല. വളരെ കുറച്ച് ഇൻ്റർവ്യൂകൾ, അവരെ 2-3 ചാനൽ ഇൻ്റർവ്യൂ. ഈ ടീസറിൽ നമ്മൾ എക്സൈറ്റ്മെൻറ്റ് നിർത്തി. പടം കുറച്ച് ദിവസം കഴിഞ്ഞ് റിലീസാണ്. എന്തൊക്കെയോ ഇതിൽ നിഗൂഢതകളും എന്തൊക്കെയോ സംതിങ് ഇവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ട്. 100% ഇതുവരെ കാണാത്ത മെഗാസ്റ്റാർ മമ്മൂക്കയുടെയും ആർട്ടിസ്റ്റ് എന്ന ലെവലിൽ ഏത് റേഞ്ചിലേക്ക് അഭിനയിക്കാൻ കപ്പാസിറ്റി ഉള്ള വിനായകൻ എന്ന നടൻ്റെയും വിസ്മയിപ്പിക്കുന്ന മാസ്മരികമായിട്ടുള്ള പെർഫോമൻസ് ഉള്ള സിനിമയായിരിക്കും കളങ്കാവിൽ. രണ്ടുപേരും മമ്മൂട്ടിയും വിനായകനും ആർട്ടിസ്റ്റ് ലെവലിൽ മുട്ടാൻ നിൽക്കണ്ടെന്ന് പറയില്ലേ, ഏത് ലെവലിലേക്കും അവരഭിനയിക്കും. കാരണം രണ്ടുപേരും പെർഫോമൻസ് ലെവലിൽ കിങ്ങുകളാണ്. അങ്ങനെ 2 ആർട്ടിസ്റ്റുകളാണ് കോമ്പോയിൽ വരുന്നത്, വിനായകനും മമ്മൂട്ടിയും. അതാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ യൂണിക് സെല്ലിങ് പോയിന്റും. അത് മനോഹരമായിട്ട് മമ്മൂട്ടി കമ്പനി സെല്ലിനുണ്ട്. വിനായകനെ വെച്ചിട്ടാണ് മമ്മൂട്ടി കമ്പനി, മമ്മൂക്കയുടെ കമ്പനി. പക്ഷേ എന്തിനും വിനായകനെ ഇങ്ങനെ ഹൈലൈറ്റ് കൊടുക്കണം. പ്രീ റിലീസ് ഇതിൽ പോലും വിനായകനാണ് മമ്മൂട്ടി കമ്പനി പ്രധാനം അടുത്ത് വിനായകനാണ്. അതൊരാളും ചെയ്യില്ല. അത് മമ്മൂക്ക അപ്രിഷ്യേറ്റ് ചെയ്ത് പറ്റുള്ളൂ. കാരണം അത്രയും വലിയ മെഗാസ്റ്റാർ. അങ്ങനെ എല്ലാവരും സ്വന്തം കാര്യമല്ലേ നോക്കുള്ളൂ. മമ്മൂട്ടി അതല്ല നോക്കണതേ. ആൾക്ക് നടന്മാർ അല്ലെങ്കിൽ അഭിനയിക്കുന്ന ആളുകളോടാണ് താല്പര്യം. അപ്പോൾ വിനായകനും മമ്മൂട്ടിയും രണ്ടും ഒന്നൊന്നര അയ്യോ പോയി അതിനാ രണ്ടുപേരും അഭിനേതാക്കളാണ്. പെർഫോമൻസിലെ വെള്ളിത്തെറിയിൽ രണ്ടുപേരും ഒന്നിക്കുമ്പോണ്ടല്ലോ എന്തൊക്കെ സംഭവിക്കാനുണ്ട്. കാരണം മമ്മൂക്കോട് ചോദിക്കേണ്ട നായകനാണോ നടനാണെന്നോ, ഞാനൊരു നടനാണെന്ന് പറയുന്നത്. ഇനി മമ്മൂട്ടിയാണോ നടൻ, വിനായകനാണോ നടൻ, ഒന്നും അറിയില്ല. നമുക്കൊന്നും ഉറപ്പിക്കാം, കളങ്കാവിൽ വിനായകൻ്റെയും മമ്മൂട്ടിയുടെ യുദ്ധം തന്നെയായിരിക്കും. നമുക്ക് എന്തായാലും തിയേറ്ററിൽ പോയിട്ട് കണ്ട് നമുക്ക് നോക്കാം ആരായിരിക്കും ഇതിൽ നായകൻ നടൻ എന്നുള്ളത്. അവരെന്തായാലും ഒരു ക്ലൂവും തരുന്നില്ല. മമ്മൂട്ടി കമ്പനി എന്തായാലും പറയുന്നില്ല. അവരെന്തായാലും അവർ കാണിക്കുന്നത് നമ്മൾ തിയേറ്ററിൽ പോയിട്ട് കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയാൽ മതി തന്നെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും കണ്ടു നോക്കാം തിയേറ്ററിൽ പോയിട്ട് ഇതിൽ ആരാണ് നായകനെന്നും ആരാണ് നടനെന്നും.